നമുക്ക് കിളിയും പൂവും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥ വായിക്കാം. ഡെയ്സി ചെടി. നാട്ടിൻ പുറത്ത് പാതയോരത്തുള്ള ആ സുന്ദരമായ വീടിന് മുന്നിൽ ഒരു പൂന്തോട്ടമുണ്ട്. ചുറ്റും വേലി കെട്ടി ഭംഗിയാക്കിയിരിക്കുന്നു. ഒരു കുഴിയുടെ പക്കത്ത് പച്ചപ്പുല്ലുകൾക്കിടയിലായി ഒരു ഡെയ്സി ചെടി ഉണ്ടായിരുന്നു. നല്ല സൂര്യപ്രകാശം കിട്ടുന്നതുകൊണ്ട് അത് നന്നായി വളർന്നു വന്നു. ഒരു പ്രഭാതത്തിൽ അതിലൊരു പൂ വിടർന്നു. നടുക്ക് മഞ്ഞ നിറവും ചുറ്റും വെള്ള നിറവുമുള്ള പൂവ്. പുല്ലിനിടയിൽ തന്നെ ആരും കാണില്ലല്ലോ എന്ന് ഡെയ്സി ചിന്തിച്ചില്ല. സംതൃപ്തിയോടെ അവൾ സൂര്യൻ അഭിമുഖം നിന്നു. അന്തരീക്ഷത്തിലുയർന്ന വാനമ്പാടിയുടെ സംഗീതം കേട്ട് രസിക്കുകയും ചെയ്തു. പൂ വിചാരിച്ചു, എനിക്ക് കാണാനും കേൾക്കാനും കഴിയുന്നുണ്ട്. സൂര്യൻ എൻ്റെ മേൽ പ്രകാശം ചൊരിയുന്നു. കാറ്റ് എനിക്ക് ഉമ്മ തരുന്നു. ഞാൻ എത്രമാത്രം അനുഗ്രഹീതയാണ്. തോട്ടത്തിൽ പല ചെടികളും അഹന്തയോടെ തല ഉയർത്തി നിൽക്കുന്നുണ്ടായിരുന്നു. സുഗന്ധം കുറഞ്ഞവയ്ക്ക് ആർഭാടം കൂടുതലാണ്. നിറമുള്ളവയും വലിപ്പമുള്ളവയും തമ്മിൽ മത്സരിച്ച് ശ്രദ്ധിക്കപ്പെടാൻ തല ഉയർത്തി നിൽക്കുന്നു. വേലിക്ക് സമീപമുള്ള ഡെയ്സിയെ ആരും ശ്രദ്ധിച്ചില്ല. ഒരു വാനമ്പാടി ശബ്ദിച്ചുകൊണ്ട് താഴെ ഇറങ്ങി. അത് പറന്നു വന്നത് ഡെയ്സിയുടെ അടുത്തുള്ള പുല്ലിലേക്കാണ്. വാനമ്പാടി ചുറ്റും പാടിക്കൊണ്ട് നൃത്തം ചെയ്തു. എന്നിട്ട് സ്വയം പറഞ്ഞു, എന്തു മാർദ്ദവമുള്ള പുല്ല്! സ്വർണഹൃദയവും വെള്ളിയുടുപ്പുമുള്ള എത്ര മനോഹരമായ കൊച്ചുപൂവ്! ഡെയ്സിയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പക്ഷി പൂവിന് ഉമ്മ കൊടുത്തു, പാട്ടുപാടി, എന്നിട്ട് നീലാകാശത്തിലേക്ക് പറന്നുയർന്നു. പാതി നാണത്തോടും നിറഞ്ഞ സന്തോഷത്തോടും കൂടി അവൾ തോട്ടത്തിലെ മറ്റു പൂക്കളെ നോക്കി. മറ്റു പൂക്കളുടെ മുഖം കോപം കൊണ്ട് ചുവന്നു. ചിലർ അസൂയ കൊണ്ട് മുഖം തിരിച്ചു. ഒരു കൊച്ചു പൂവായതിലും പുല്ലുകൾക്കിടയിൽ വളരാൻ കഴിഞ്ഞതിലും ഡെയ്സിക്ക് സന്തോഷം തോന്നി. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൾ ഇതളുകൾ മടക്കി ഉറക്കമായി. രാത്രി മുഴുവനും അവൾ സൂര്യനെയും വാനമ്പാടിയെയും സ്വപ്നം കണ്ടു. പിറ്റേന്ന് പ്രഭാതത്തിൽ വാനമ്പാടിയുടെ ശബ്ദം വീണ്ടും കേട്ടു. പക്ഷേ അതിൻ്റെ പാട്ട് തികച്ചും ദുഃഖപൂർണമായിരുന്നു. അതിനു കാരണവുമുണ്ടായിരുന്നു. ആ വാനമ്പാടിയെ ഒരാൾ പിടിച്ച് കൂട്ടിലാക്കി. സ്വതന്ത്രവും ആഹ്ലാദകരവുമായ സഞ്ചാരത്തെക്കുറിച്ചും പച്ചവയലിലെ ധാന്യമണികളെക്കുറിച്ചും ഓർത്ത് പക്ഷി വിലപിച്ചു. ആകാശത്തിൽ ഉയർന്നു പറക്കാൻ കഴിയാതെ ആ പാവം ഇടുങ്ങിയ കൂട്ടിൽ തടവുകാരനായി. ഡെയ്സി ചെടി പരിസരത്തിൻ്റെ സൗന്ദര്യമൊക്കെ മറന്നു. സൂര്യൻ്റെ ഇളംചൂടും തൻ്റെ ഇതളുകളുടെ ഭംഗിയും മറന്നു. തടവിലാക്കപ്പെട്ട പക്ഷിയെക്കുറിച്ച് മാത്രമായി ചിന്ത. തനിക്ക് അതിനെ രക്ഷപ്പെടുത്താൻ കഴിവില്ലല്ലോ എന്നും അവൾക്ക് തോന്നി. ആ സമയം രണ്ട് ആൺകുട്ടികൾ അവിടെ എത്തി. അവർ ഡെയ്സിക്ക് ചുറ്റും ആഴത്തിൽ മണ്ണ് വെട്ടിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ പുൽത്തകിടിയോടൊപ്പം ഡെയ്സി കിളിയുടെ കൂട്ടിലെത്തി. കൂട്ടിലെ കിളി നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യത്തെ പറ്റിയോർത്ത് കരഞ്ഞ് ഇരുമ്പഴികളിൽ ചിറകട്ടടിച്ച് കൊച്ചു പൂവിനാകട്ടെ സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് ആശ്വസിപ്പിച്ച് ഒരു വാക്ക് പറയാൻ പറ്റിയതുമില്ല. രാവിലെ മുഴുവൻ അങ്ങനെ കഴിഞ്ഞു. ഇവിടെ ഒരു തുള്ളി വെള്ളമില്ല. വാനമ്പാടി കരഞ്ഞു പറഞ്ഞു. ആശ്വാസത്തിന് തണുത്ത പുല്ലിൽ കിളി ചുണ്ടമർത്തി. എന്നിട്ട് ഡെയ്സിയുടെ നേരെ നോക്കി തല കുനിച്ചു പറഞ്ഞു, പാവം പൂവേ, നീയും ഇവിടെ കിടന്ന് കരിഞ്ഞു പോകുമല്ലോ. എനിക്കുണ്ടായിരുന്ന വലിയ ലോകത്തിനു പകരം നിന്നെയും ഈ പുൽത്തകിടിയെയും അവർ എനിക്കു തന്നു. ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻമരമാണ്. നിന്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ്. കഷ്ടം. എനിക്കു നഷ്ടപ്പെട്ടതിൻ്റെ വില ഞാനിപ്പോൾ അറിയുന്നു. എനിക്ക് ഈ പക്ഷിയെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ, ഡെയ്സി വിചാരിച്ചു. വൈകുന്നേരമായി. എന്നിട്ടും ഒരു തുള്ളി വെള്ളം പോലും കിളിക്ക് കൊടുക്കാൻ ആരും എത്തിയില്ല. ചിറകുകൾ വിടർത്തി അത് ഭ്രാന്തമായി പിടഞ്ഞു. അതിൻ്റെ പാട്ട് വിലാപമായി മാറി. തല പൂവിനു നേരെ ചാഞ്ഞു. ദാഹം കൊണ്ടും മോഹം കൊണ്ടും അതിൻ്റെ ഹൃദയം പൊട്ടിയിരുന്നു. ഡെയ്സിക്ക് തലേന്നത്തെ രാത്രി പോലെ ഇതളുകൾ മടക്കി ഉറങ്ങാൻ പറ്റിയില്ല. രണ്ടു കുട്ടികളും പിറ്റേന്ന് പ്രഭാതത്തിലാണ് എത്തിയത്. മരിച്ചു കിടക്കുന്ന കിളിയെ നോക്കി അവർ വിലപിച്ചു. ഒരു ശവക്കുഴിയുണ്ടാക്കി അത് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു. ഒരു ചുവന്ന പെട്ടിയിൽ പക്ഷിയുടെ ശരീരം വെച്ച് ശവസംസ്കാരം നടത്തി. പുൽത്തട്ട് ഡെയ്സി ചെടിയോടൊപ്പം അവർ നിലത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷിയെ സ്നേഹിക്കുകയും സാന്ത്വനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത പാവം പൂവിനെക്കുറിച്ച് ആരും ഓർത്തില്ല. വിവർത്തനം: എ. വിജയൻ. ആൻഡേഴ്സൺ കഥകൾ.